ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇപ്പോൾ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനെ നോക്കിയാലും അതുപോലെ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള യങ്ങർ ഫീമെയിൽസിനെ നോക്കിയാലും അവർക്കൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് പ്രഗ്നൻ്റ് ആവാനുള്ളൊരു പേടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്താനുള്ളൊരു ഭയം വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും വിവാഹം കഴിക്കാനായിട്ട് താമസിക്കുന്നു. അതുമാത്രമല്ല, വിവാഹം കഴിഞ്ഞാൽ പോലും കുട്ടികളാവുന്നത് അവർ ദീർഘനാളത്തേക്ക് നീട്ടി വച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിനെ പോക്കോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ സൊസൈറ്റി മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ ഫെർട്ടിലിറ്റി റേറ്റ് വളരെയേറെ കുറഞ്ഞു വരികയാണ്. ഒരു സൊസൈറ്റി ആ സൊസൈറ്റി അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 വേണം എന്നുള്ളതാണ്. അതായത് ഒരു കപ്പിളിന് 2 കുട്ടികൾ മാത്രമാണെങ്കിൽ ഒരിക്കലും ആ സൊസൈറ്റി റീപ്ലേസ് ചെയ്യപ്പെടില്ല എന്നാണ് പറയുന്നത്. മോർ ദാൻ 2 കുട്ടികളുണ്ടെങ്കിൽ മാത്രമാണ് ആ സൊസൈറ്റി റീപ്ലേസ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെ നിലനിന്ന് പോവുക എന്നാണ് പറയുന്നത്. നമുക്ക് ഇന്നത്തെ സാഹചര്യം നമുക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും അറിയാം. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ പല ഫാമിലികളിലും ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനിടയിൽ ഒന്നുകിൽ ഒറ്റ കുട്ടിയാണ് അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന ഒരു സോഷ്യൽ, എക്കണോമിക്കൽ, അതിലുപരി ഓരോ വ്യക്തികളുടെയും തന്നെ ഒരു ഇൻഡിവിജ്വൽ ഫുൾഫിൽമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മീനിങ്ങിൻ്റെ ഒരു ഡെഫിസിറ്റിന് കാരണമാകുന്നു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വിമണിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിമണിന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രൈം മിനിസ്റ്റർ ആവാം, പ്രസിഡൻ്റ് ആവാം, ഈ സ്പേസിൽ പോകാം, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു റോള്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് മദർഹുഡാണ് ആക്ച്വലി. അപ്പോൾ മദർഹുഡിൽ നിന്ന് കിട്ടുന്ന ഒരു മീനിങ്ങും ഫുൾഫിൽമെൻറ്റും വേറെ എന്ത് കാര്യം ചെയ്താലും ലൈഫിൽ കിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു വിമണിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ എപ്പോഴും പ്ലഷറബിളായിട്ട് നടക്കണം എന്നൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി അങ്ങനെ സാധിക്കില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ലൈഫ് നമ്മൾ ഫങ്ഷനിങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു മീനിങ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതിനൊരു എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ആ സിഗ്നിഫിക്കൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഹയസ്റ്റ് ആയിട്ടുള്ള സോഴ്സാണ് മാരേജും ഫാമിലിയും എന്ന് പറയുന്നത്. അതിൽ വളരെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആവുക എന്നുള്ളതിനകത്ത് കുറേ ടഫായിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതിനകത്ത് കുറേ ടഫായിട്ടുള്ള എലമെൻ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതിനേക്കാൾ ഇൻക്രെഡിബിൾ ആണെന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ട് റിയലിസ്റ്റിക്കലി നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുക എന്നുള്ളതല്ല ആക്ച്വലി, അത് പോസിബിളും അല്ല പ്രാക്ടിക്കലി ലോങ് ടൈം അല്ലെങ്കിൽ ഓവർ ദ ടൈം നമ്മൾ ചിന്തിക്കുമ്പോൾ. മീനിങ് നമ്മൾ സീക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളുണ്ടാവുക എന്നുള്ളത് നമ്മുടെ ലൈഫിൻ്റെ മീനിങ് കണ്ടെത്തുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണെന്നുള്ളത് വളരെ യാഥാർത്ഥ്യബോധത്തിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ഓണസ്റ്റായിട്ട് കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറി നമ്മുടെ ഒരു പോസ്റ്റ് മോഡേൺ ജനറേഷൻ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം തന്നെയാണ്, വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കൂടുതലും എവിഡൻ്റ് ആവുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഫെർട്ടിലിറ്റി റേറ്റ് 1.8, 1.7 ഒക്കെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അത് വളരെ ബേക്കിലാണ്, റീപ്ലേസ്മെൻറ്റ് റേറ്റിനേക്കാളും വളരെ കുറവാണ്. അപ്പോൾ അത് ഇൻഡിവിജ്വൽ, ഫാമിലി, സോഷ്യൽ ലൈഫിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വരുന്ന നാളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല എക്കണോമിക്കായിട്ടുള്ള പ്രോബ്ലംസും വളരെ കൂടുതൽ ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ എണ്ണം അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെയേറെ കൂടി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യങ്ങർ ജനറേഷൻ, നമ്മുടെ സൊസൈറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യും, കുറേ കൂടെ സീരിയസ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കുകയും
ലൈഫ് കുറേ കൂടെ ബെറ്റർ ആക്കുന്നതിനും സൊസൈറ്റി കുറേ കൂടെ ഹാർമോണിയസ് ആക്കുന്നതിനും വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള പാർട്ട് ബെസ്റ്റായിട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് തീർച്ചയായും അവരുടെ ഇൻഡിവിജ്വൽ ലൈഫ് ബെറ്റർ ആക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയും ഇൻഡിവിജ്വൽ ലൈഫും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.